നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്നലെയും മിനിയാന്നുമൊക്കെയായിട്ട് വലിയ ചർച്ചാ വിഷയത്തിൽ നിൽക്കുന്നതാണ് സൂംബ എന്ന് പറയുന്ന ഒരു എക്സസൈസ് അല്ലെങ്കിൽ ആ ഡാൻസിനെ വലിയ ചർച്ചാ വിഷയമായി കൊണ്ടുവരികയും വിവാദ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടുത്തെ മതസംഘടനകൾ. ഒന്നുമില്ല, നമ്മുടെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യത്തിന് വേണ്ടി, അവരുടെ സ്ട്രെസ് റിലീഫിന് വേണ്ടി ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരാവുന്ന ഒരു മാർഗം എന്താണെന്ന് അന്വേഷിച്ച സമയത്താണ് സൂംബ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് സർക്കാർ എത്തുന്നത്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് രീതികളെ പോലെയല്ല, അത്യാവശ്യം മ്യൂസിക്കിൻ്റെ സഹായത്തോടു കൂടി നന്നായിട്ട് പിന്നെ ഈ എയറോബിക് എക്സസൈസ് ഒക്കെ വരുന്ന രീതിയിലാണ് സൂംബ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇസ്ലാമിക സംഘടനകൾ, വിസ്ഡം പോലുള്ള ഇസ്ലാമിക സംഘടനകൾ, സമസ്ത, ഒപ്പം അത്തരത്തിലുള്ള എല്ലാ സംഘടനകളും ഈ സൂംബയെ എതിർക്കുകയാണ്. അവർ പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ അല്പവസ്ത്രധാരികളായിട്ട് ആണും പെണ്ണും ഒരു ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള കാര്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് മതവിരുദ്ധമാണ് എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നതിൻ്റെ മുമ്പായിട്ട് എന്ത് പറഞ്ഞാലും RSSും അതുപോലെ തന്നെ ഈ ഭാരതാംബയും ഗോമാതാവും ഒക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് തീർത്തും മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് ഇത്രയും ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിലേക്ക് ഈ മതസംഘടനകൾ പോയിട്ടും ഇവർക്കെതിരെ ഒന്നും അക്ഷരമിടാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ പറഞ്ഞ വിഷയങ്ങൾ കണ്ടിരുന്നല്ലോ, എന്തൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തോന്നുന്നത്? നമ്മൾ ഏത് ഇത് നമ്മൾ ഒട്ടും അതിശയിക്കേണ്ടതില്ലല്ലോ. കാരണം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് വിസ്ഡം ഗ്രൂപ്പാണല്ലോ. ആ വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് തന്നെ ഈ പറയുന്ന MM അക്ബർ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു ഗ്രൂപ്പായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ പി സ്കൂള് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ. അദ്ദേഹത്തിൻ്റെ പി സ്കൂളിൽ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ആ ഒരു ക്രിസ്ത്യനായിട്ടുള്ള ഒരു കുട്ടിയെ മതപരിവർത്തനം നടത്താമെന്നുള്ളതാണ്. അതിനെ വരിയായിട്ട് അറേഞ്ച് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം തരത്തിലുള്ള പ്രവർത്തകർ ഉണ്ടായി ഇല്ലെങ്കിൽ അത്ഭുതമല്ലോ. അത് മാത്രമല്ലോ, കേരളത്തിലെ ISIS റിക്രൂട്ട്മെന്റ് നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ പി സ്കൂളിൽ നിന്ന് തന്നെയാണ് ഒരുപാട് വ്യക്തികൾ ISIS റിക്രൂട്ട്മെന്റിലേക്ക് നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ISIS പോലുള്ള സംഘടനകൾ എങ്ങനെയാണ് സ്ത്രീകളെ കാണുന്നത്? തടവുകാരായിട്ടല്ലേ? തടവുകാരായിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ആ തരത്തിലുള്ള ഒരു താലിബാനിസത്തിലേക്ക് തന്നെ കേരളത്തെ കൊണ്ടെത്തിക്കാനാണ് ഇത്തരം മതസംഘടനകൾ ശ്രമിക്കുന്നത്. പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ മൊത്തത്തിൽ ഈ തരത്തിലുള്ള സംഘടനകളുടെ നിലപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ നമുക്കറിയാവുന്നതല്ലേ, ഒരു 10ാം ക്ലാസ് പാസ്സായ കുട്ടിയെ സ്റ്റേജിൽ പ്രവേശിപ്പിച്ചതിനെതിരെ തന്നെ രംഗത്ത് വരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ. അപ്പോൾ ഈ പറയുന്ന മതപണ്ഡിതന്മാർ എന്നും സ്വീകരിച്ചു പോന്നിട്ടുള്ള ഒരു ലൈൻ എന്ന് പറയുന്നത് അത് ഈ പറയുന്ന സ്ത്രീകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു ലൈൻ തന്നെയായിരുന്നു അവർ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതല്ലാതെ ഒരിക്കലും പുരോഗമനപരമായിട്ടുള്ള ഒരു നിലപാട് അവർ സ്വീകരിച്ചതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടേ ഇല്ല. അത് മാത്രമല്ല, അത് ഇസ്ലാമിക വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ട് ആരും തന്നെ ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് എത്രമാത്രം ഈ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ഏറെ പുരോഗമിച്ച സമൂഹമെന്ന് നമ്മൾ അഹങ്കരിക്കുമ്പോഴും നമ്മൾ സ്വയമേ പറയുമ്പോഴും ഈ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരുന്ന ഇത്തരം മനുഷ്യത്വരഹിതമായ പുരോഗമനരഹിതമായ കാര്യങ്ങളെ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുകയാണ് പല കാര്യങ്ങളിലും. ഇപ്പോൾ മുമ്പ് ലൈംഗിക വിദ്യാഭ്യാസം സ്കൂളുകളിൽ നടപ്പിലാക്കണം, അതായത് നമുക്കറിയാം കൊച്ചു കുട്ടികളെ പോലും ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അവിടെയാണ് വിദ്യാർത്ഥികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് പറയുന്നത്. പക്ഷെ അതിനെതിരെ സമസ്ത രംഗത്ത് വന്നു, അതിനെതിരെ ഈ പറയുന്ന മതസംഘടനകൾ രംഗത്ത് വന്നു. തൊട്ട് മുമ്പ് മെക്സവൻ എന്ന് പറയുന്ന ഒരു യോഗയും ഒക്കെ എക്സസൈസും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ അതിലും ഈ സ്ത്രീ പുരുഷനും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം ഇവർക്ക് വന്നു. പലപ്പോഴും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഒരു സ്ഥലത്തും നിൽക്കരുത് എന്നുള്ളൊരു നിലപാടാണ് ഈ ഇസ്ലാമിക മതസംഘടനകൾ പറയുന്നത്. ഇവർ ഭരണത്തിലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ ഒരു അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? അത് മുസ്ലിംസിന്റെ കാര്യം, മതത്തിന്റെ പേരിലല്ല ഞാൻ പറയുന്നത്. ഇത്തരം തീവ്ര ആശയങ്ങളുള്ള സംഘടനകൾ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും അവസ്ഥ? തീവ്ര ആശയങ്ങളുള്ള സംഘടനകൾ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ കേരളം ഒരു മിനി താലിബാനിസത്തിലേക്ക് തന്നെ കിടക്കും, അല്ലേ? ഉറപ്പായിട്ടും മിനി താലിബാനിസത്തിലേക്ക് തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാര്യമെത്തി നിൽക്കും. അതാണ് യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇത്തരം തരത്തിലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകൾ എന്നും പുരോഗമനത്തിനെതിരാണ്. അവരെന്നും മുന്നോട്ട് വെക്കുന്നത് ഈ പറയുന്ന ഈ മത മൗലികവാദ ആശയങ്ങളാണ്. അത് വഹാബി സലഫി ആശയങ്ങൾ തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിൽ നിന്നുകൊണ്ട് ഒരു ഇഞ്ച് പോലും അവർ പിന്നോട്ട് മാറില്ല. അത് വ്യക്തമാണല്ലോ, അവരവരുടെ നയം വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി രാഷ്ട്രീയ പാർട്ടികളും മറ്റു നേതാക്കന്മാരുമാണ് തീരുമാനിക്കാനുള്ളത്. അവരെ ഒരുപക്ഷെ അതിന് നീക്കുപോക്ക് നടത്തിയേക്കാം. കാരണം ഇസ്ലാമിക വോട്ട് ബാങ്കിനെ മറികടന്നുകൊണ്ട് മറ്റൊരു തീരുമാനം എടുക്കാൻ ഇതേ സംഘടനകൾക്കോ ഇതേ നേതാക്കൾക്കോ കഴിയില്ലല്ലോ. തീർച്ചയായിട്ടും. ഈ
സൂംബ എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സൂംബ ഡാൻസ് എന്ന് പറയുന്നത് ഈ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയോ അല്ലെങ്കിൽ ആൺ പെൺ ഇടകലർന്നുകൊണ്ട് ബോഡി പരസ്പരം എന്താണ് ശരീരങ്ങൾ തമ്മിൽ പിന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒട്ടി നിന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല സൂംബ എന്ന് പറയുന്നത്. ഇനി നമ്മളേറെ മുന്നോട്ട് വന്നു എന്ന് പറയുമ്പോഴും ഇപ്പം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമുക്ക് ഡാൻസ് കളിക്കാം, നമുക്ക് എന്താണ് പലതരത്തിലുള്ള യോഗകൾ ചെയ്യാം, ഇപ്പോൾ സിനിമ അഭിനയം അതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ ഏറെ പുരോഗമിച്ച നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോഴും ഇതിനെയൊക്കെ മറികടക്കുക, മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അതിനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. പക്ഷേ അതിന് അങ്ങനെ പറയാനുള്ള ധൈര്യം കേരളത്തിൻ്റെ ഒരു പൊതു മനസാക്ഷിക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രശ്നമില്ല എന്ന് തോന്നുന്നിടത്തല്ലേ ഇവർ ഇത് ധൈര്യപൂർവ്വം വിളിച്ചു പറയുന്നത്. അത് പണ്ട് മുതലേ അവർക്ക് അതിന് പ്രശ്നമില്ലല്ലോ. നമുക്കറിയാമല്ലോ ചേകവന്നൂർ മൗലവിക്ക് എന്താണ് സംഭവിച്ചത്. അദ്ദേഹം ഒരു പ്രോഗ്രസീവ് തിങ്കിങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നല്ലോ. അദ്ദേഹത്തിനെതിരെ എന്താണ് സംഭവിച്ചത്? അങ്ങനെ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ലിബറൽ ആയിട്ടുള്ള വ്യക്തികൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തും, അവരെ തിരസ്കരിക്കും. നമുക്കറിയാമല്ലോ മലപ്പുറത്ത് ഒരു നൃത്തം അഭ്യസിച്ചു എന്നതിൻ്റെ പേരിൽ മനസ്സിലേക്ക് എന്താണ് സംഭവിച്ചത്? മനസ്സിലേക്ക് ആ നാട് വിട്ടു പോകേണ്ടിയാണ് വന്നിട്ടുള്ളത്, അതല്ലേ? അപ്പോൾ പ്രോഗ്രസീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും ആ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമൂഹം തന്നെ, ആ സമൂഹത്തിലെ മതമൗലികവാദികൾ തന്നെ ആ വ്യക്തികളെ ഒറ്റപ്പെടുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. പിന്നെ നിർഭാഗ്യവശാൽ മതേതരത്വം, ഈ പറയുന്ന മതേതരത്വം നവോത്ഥാനം ഒക്കെ നാഴിക്ക് 100 വട്ടം പ്രസംഗിക്കുന്ന നമ്മൾ തന്നെ ഇതിനെതിരെ ശബ്ദിക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതാണ് അതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അല്ല, ഇപ്പം മൻസിയുടെ വിഷയം അടക്കം പറഞ്ഞു. അതായത് നമ്മുടെ ഈ പറയുന്ന എന്താണ് സ്കൂൾ കലോത്സവത്തിന്റെ നൃത്തം അഭ്യർത്ഥിച്ചു എന്ന നൃത്തം അവതരിപ്പിച്ചു എന്നതിന്റെ പേരിൽ തന്നെ ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് വിലക്ക്, ഈ പറയുന്ന പള്ളിയിൽ നിന്നുകൊണ്ട് വിലക്ക് ഏർപ്പെടുത്തി. ആ കുട്ടിയുടെ ഉമ്മയുടെ ആ കബറടക്കം പോലും പള്ളിയിൽ നടത്തില്ല എന്ന് വിലക്ക് കൽപ്പിച്ചു. ആ തരത്തിലുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു അവിടെ നടന്നിരുന്നത്. ഇതിനെല്ലാം ശേഷം നമ്മൾ പറയും നമ്മൾ മതേതരമാണെന്ന് പറയും, നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു എന്ന് പറയും. പക്ഷേ ഈ ഇത്തരത്തിലുള്ള സംഭവകാശങ്ങളാണ് കേരളത്തിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ള സംഭവകാശങ്ങൾ നടക്കുന്നത്, ഈ പറയുന്ന ഇത്തരത്തിലുള്ള സംഭവകാശങ്ങളുമായി നമുക്ക് ഉപമിക്കാൻ കഴിയുന്നത് സിറിയയാണ്, താലിബാനെയാണ്, അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ പല മേഖലകളെയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു സലഫിസവും വഹാബിസവും കേരളത്തിന്റെ മണ്ണിലേക്കും കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കണ്ണൂർ CPM-ന്റെ ഏറ്റവും വലിയ കോട്ടയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. കമ്മ്യൂണിസത്തിൻ്റെ ഈറ്റില്ല വന്നൊക്കെയാണ് പറയുന്നത്. ആ കണ്ണൂരിൽ പിണറായിക്ക് അടുത്താണ് ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പിന്നെ ഒരു യുവതിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അതായത് തൻ്റെ സുഹൃത്തിനൊപ്പം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു യുവതിയെ SDP-യുടെ നേതൃത്വത്തിൽ ഒരു പറ്റം ആളുകൾ വിചാരണ ചെയ്യുകയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി SDP-യുടെ ഓഫീസിൽ വെച്ച് കൂട്ടവിചാരണ നടത്തി അവരുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചു വെച്ചുകൊണ്ട് പരിശോധനകൾ നടത്തുകയും അവരെ മാനസികമായി വല്ലാതെ ഇറക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ യുവതി അവസാനം തൻ്റെ അടിവസ്ത്രത്തിൽ ഒരു കത്തെഴുതി വെച്ച് ആത്മഹത്യാക്കുറിപ്പ് ഇവർക്കെതിരെ എഴുതി വെച്ചുകൊണ്ട് മരിക്കേണ്ട അവസ്ഥയിലേക്ക് പോയി. അവിടെയും ഈ കുട്ടിയുടെ ഉമ്മയടക്കമുള്ള ആളുകൾ പറയുന്നത് സദാചാരവാദവും മതവാദവുമാണ്. അതായത് ഇവരെന്തോ തെറ്റ് ചെയ്തു, ഒരു സുഹൃത്തിനൊപ്പം പുറത്തു പോകുന്നത് പോലും ഇവരുടെ വലിയ പ്രശ്നമായിട്ടാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ പറയുന്നത്, പണ്ട് എനിക്ക് തോന്നുന്നു കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ ഇവിടെയുള്ള ചില ഹിന്ദു സംഘടനകളൊക്കെ പ്രതിഷേധിച്ചു. ഇതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. പക്ഷേ ഇത് മാത്രമല്ല, ഇതിലെ വസ്തുത എന്ന് പറയുന്നത് ഈ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശ്രീമതി ടീച്ചർ ഉണ്ടല്ലോ, മുൻ മന്ത്രി MP ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ആ ശ്രീമതി ടീച്ചർ വളരെ വ്യക്തമാക്കിയിരുന്നു ഇത് താലിബാനിസത്തിന്റെ അടയാളമാണെന്ന് പറഞ്ഞ് അവരൊരു FB കുറിപ്പ് വരെ തയ്യാറാക്കിയിരുന്നു. അതിൽ വന്നിരിക്കുന്ന ഒരു കമന്റുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മതി. ശ്രീമതി ടീച്ചറെ ഭീഷണിപ്പെടുത്തുകയാണ്. ശ്രീമതി ടീച്ചറെ അങ്ങേയറ്റം അവമതിപ്പോടുകൂടി ഭീഷണിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങളുടെ കടന്നുപോക്കെന്ന് പറയുന്നത്. അല്ല, അത് വേറെ കാര്യം കൂടി ഞാൻ ശ്രദ്ധിച്ചു. അതായത് താങ്കൾ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല, മറ്റൊരു ഇടതുപക്ഷ നേതാവും അത് ഏറ്റുപിടിച്ചില്ല, ഒരു കോൺഗ്രസ് നേതാവും അത് ഏറ്റുപിടിച്ചില്ല. എന്താണ്, അതായത് ഒരു പെൺകുട്ടിയെ ഭീകരമായി വിചാരണ ചെയ്ത് ആ പെൺകുട്ടി മരണത്തിലേക്ക് പോയിട്ട് പോലും ആ മതത്തിൻ്റെതായ രീതിയിലാണ് അവർ SDP അവിടെ വിചാരണ ചെയ്തത്. എന്നിട്ട് അവർക്കെതിരെ ശ്രീമതി ടീച്ചർ മാത്രമാണ് താലിബാനിസം എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം പോസ്റ്റ്. പക്ഷേ ആ പോസ്റ്റിനടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ മാത്രം നമ്മൾ നോക്കിയാൽ ശ്രീമതി ടീച്ചർ ഇത്ര ഭയാനകമായ രീതിയിൽ ഈ പോസ്റ്റിനടിയിൽ വന്നിട്ട് ഇത്തരത്തിൽ ആക്ഷേപിച്ച സൈബർ ഗുണ്ടകൾ എന്ന് തന്നെ പറയാം. അവർക്കെതിരെ ഒരു CPM നേതാവും പ്രതികരിച്ചില്ലല്ലോ, ഇല്ലേ? CPM നേതാവ് പ്രതികരിച്ചില്ല. കുറഞ്ഞ പക്ഷം എന്തോ 2 വിജ്ഞാന സദസ്സുകൾ എന്തോ നടത്തുകയുണ്ടായിരുന്നു അറിഞ്ഞത്. വിജ്ഞാന സദസ്സുകൾ എന്തോ നടത്താൻ അവർക്കായെന്നുള്ളതാണ് അറിഞ്ഞത്. ഒരു പ്രദേശത്ത് മാത്രം ഒരു സദസ്സ് നടത്തി എന്നുള്ളത് മാത്രമാണ്. അത് ഒരു പക്ഷേ മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ആയിരിക്കാം.
ഒരുപക്ഷെ അങ്ങനെ നടത്തിയത്. തീർച്ചയായിട്ടും. അപ്പം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും ഇപ്പം വിദ്യാർത്ഥികൾക്കിടയിലേക്ക് വിദ്യാർത്ഥികൾ ഇപ്പോൾ സ്കൂളിൽ ഈശ്വര പ്രാർത്ഥന നടത്താറുണ്ട്. ഈശ്വര പ്രാർത്ഥന എന്ന് പറയുന്നത് മതരഹിതമായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനയാണ് പലപ്പോഴും. അത് നമ്മൾ വളരെ ഓർക്കേണ്ട ഒരു വസ്തുതയാണ്. ഈ പറയുന്ന കുടുംബശ്രീയുടെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ പ്രാർത്ഥനയുടെ വരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വരികൾ പോലും ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കിതിന്റെ ഒടുക്കം എന്ന് പറയുന്നത് ഹമാസിന് ആരാധകരുള്ള, യഹ്യാസ് എന്ന് പറഞ്ഞ ആരാധകരുള്ള, അഫ്സൽ ഗുരുവിന് ആരാധകരുള്ള ആ നാട്ടിൽ ഇതൊക്കെ സംഭവിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. സംഭവിച്ചില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. നമുക്കൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതായത് നിരന്തരമായി ജാതിയെപ്പറ്റി സംസാരിക്കുന്ന, ജാതി വ്യവസ്ഥകളെ എന്തോ കേരളത്തിൽ വലിയ ജാതി വ്യവസ്ഥയും പ്രശ്നങ്ങളും ഒക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കേരളത്തെ നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിയിലേക്ക്, നമ്മുടെ കുഞ്ഞുമക്കളുടെ മനസ്സിലേക്ക് പോലും വലിയ തരത്തിൽ വിഭാഗീയതയുടെ ഒരു വലിയ സന്ദേശം എത്തിക്കാൻ, സന്ദേശം എന്ന് ഞാൻ അതിനെ പറയുന്നില്ല, വേറെ എന്തെങ്കിലും ഒരു ദുരുദ്ദേശപരമായ കാര്യം എത്തിക്കാൻ ശ്രമിക്കുന്ന മതസംഘടന, അതെ അതാണ്, അത് കറക്റ്റ് വേർഡാണത്, അതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പം വേടൻ്റെ ഒക്കെ പാട്ട് കേട്ടല്ലോ, വേടനൊക്കെ വലിയ ആളാണ്, അതായത് ഈ പറയുന്ന പോലെ കാസ്റ്റിനെതിരെ പോരാടുന്ന ആളെന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഈ ഭാഗത്തുള്ള ഒരു സംഭവത്തിനെതിരെയും ഒരു ദളിത് ആക്ടിവിസ്റ്റുകളും ഒരു ഇടതുപക്ഷ ആളുകളും ഒരു ഈ നമ്മുടെ എഴുത്തുകാർ, സാംസ്കാരിക നായകർ ഇവരൊന്നും പറയുന്നില്ല. ഒരുപക്ഷേ ഈ പറയുന്ന സമൂഹത്തിന്റെ പൊതുധാര എന്നുള്ളത് പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴ്പ്പെട്ടത് കൊണ്ടായിരിക്കാം അവരൊന്നും അങ്ങനെ പ്രതികരിക്കാത്തത്. പൊളിറ്റിക്കൽ ഇസ്ലാമിന് എത്രത്തോളം നമ്മൾ കീഴ്പ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ, അല്ലേ? എന്നുള്ളതിന്റെ തെളിവാണ് അക്ഷരം പ്രതിയുള്ള തെളിവുകളാണ് ഇതെല്ലാം തന്നെ. ഭയാനകമല്ലേ? അത് ഭയാനകമാണ്, അതിഭയാനകമാണ്. തീർച്ചയായിട്ടും. എന്തുതന്നെയാലും കേരളത്തിൻ്റെ മണ്ണിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നായികയ്ക്ക് 40 വട്ടം എല്ലാ കാര്യങ്ങളെയും എതിർത്തുകൊണ്ടിരിക്കുന്ന, ഭാരതാംബ ചിത്രത്തിൻ്റെ പേരിൽ അനുദിനം എല്ലാ വിഷയങ്ങളെ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ജാതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, വേടനെതിരെ സംസാരിച്ച് ആ വിഷയം വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ കാണാതെ, അതായത് മൻസിയുടെ വിഷയത്തിൽ സംസാരിക്കാതെ, കണ്ണൂരിലെ ഈ പറയുന്ന ആളുകളുടെ, അതായത് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത SDPIയുടെ ഈ വിചാരണ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യാത്ത ആളുകൾ, SDPI 1000-ഓളം പേരെ ഉന്നമിട്ടുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ ഉന്നമിട്ടുകൊണ്ട് ചെയ്ത കാര്യത്തെ അപലപിക്കാതെ, ഇപ്പോൾ ഏറ്റവും അവസാനം ആണും പെണ്ണും ചേർന്നിരിക്കാൻ പാടില്ല എന്ന തെട്ടൂരത്തെ അപലപിക്കാതെ ഈ പറയുന്ന സോക്കോൾഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന് കീഴ്പ്പെട്ടു പോകുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വളരെ നന്ദി. ഓക്കെ.